പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ മറ്റു ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതി വിനോദിന്റെ ഭാര്യ മാതാവ് സരസ്വതി അമ്മയാണ് വീട്ടിൽ മൃതദേഹം കണ്ട കാര്യം തന്നോട് പറഞ്ഞതെന്ന് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മൈക്കിൾ പ്രതികരിച്ചു. മൃതദേഹം കണ്ട കാര്യം പേടി കാരണം ഒരു ദിവസം മറച്ചുവെക്കേണ്ടി വന്നുവെന്ന് സരസ്വതി അമ്മയും പ്രതികരിച്ചു. വിനോദുമായി പ്രിയംവദയ്ക്ക് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ പ്രിയംവദയുടെ മക്കൾ തള്ളിക്കളയുകയാണ്. കട്ടിലിൻ്റെ അടിയിൽ കൂടെ എത്തി നോക്കിയപ്പോൾ ചെറിയ ഒരു ചാക്കല്ല, ഒരു പുതപ്പു മൊത്തം ഇത്ര പൊക്കമുണ്ട്, കൈ മാത്രം കൊണ്ട്. ഇത് കണ്ടേനാ സാർ വെളിക്ക് വെളി ഞാനും എൻ്റെ ചെറുമോൾ അറിഞ്ഞതല്ലാതെ ആരത്തും പറഞ്ഞില്ല. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി. പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് സമ്മതിച്ച പ്രതി വിനോദിന്റെ ഭാര്യാമാതാവിൻ്റെതാണ് ഈ പ്രതികരണം. പേടി കാരണം ഒരു ദിവസം മുഴുവൻ ഇക്കാര്യം ആരോടും പറയാതെ മറച്ചുവെച്ചു. പിന്നീട് പനച്ചമൂട് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മൈക്കിളിനോട് സരസ്വതിയമ്മ ഇത് വെളിപ്പെടുത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് ഫാദർ സെബാസ്റ്റ്യൻ മൈക്കിളിന്റെ പ്രതികരണം ഇങ്ങനെ: പള്ളിക്കാരത്ത് പറഞ്ഞ ഭാഷയിലാണ് ഞാൻ അവിടെ ഒരു ചാക്ക് കെട്ട് ഇവർ രാത്രിയിൽ അവിടെ കൊണ്ട് വയ്ക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ പോയി തുറന്നു നോക്കിയപ്പോഴാണ് 2 കൈകളാണ് കണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ 2 പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെ അടുത്ത് വിളിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ CAനെ വിളിച്ച് വന്ന ഉടനെ തന്നെ അവർ ഓഫീസിൻ്റെ അകത്ത് വന്നു. പിന്നീട് അമ്മാമ്മയുമായിട്ട് സംസാരിച്ചു. സാമ്പത്തിക ഇടപാടാണ് കൊലപാതക കാരണമെന്നാണ് പ്രതി വിനോദ് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പ്രിയംവദയുടെ മക്കൾ ഇത് തള്ളുകയാണ്. അവര് വഴി നടക്കാൻ സമ്മതിക്കില്ല, അവര് മരുമാനുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചായിരുന്നു. അമ്മയുടെ കഴുത്തിൽ 3 പവന്റെ മാലയും കാപ്പാന്റെ ചുട്ടിയും ഉണ്ടായിരുന്നു, മൂക്കിൽ മൂക്കുത്തി ഉണ്ടായിരുന്നു സ്വർണ്ണം. ബാക്കി ഗിൽറ്റ് കമ്മലാണ്. ഇത് കാണുന്നില്ലെന്നാണ് പറയണത് പോലീസുകാർ. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തിരുവനന്തപുരം.